ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ അബിയുടെ കള്ളത്തരം, അതായത് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം അബി തന്നെ മറച്ചു വെച്ചിട്ട് നവ്യയുടെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് വിഷം കുത്തിക്കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യാണെങ്കിലും അബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അതേസമയം നവ്യയ്ക്ക് തന്നെ മനസ്സിലാവുകയാണ് അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം. അങ്ങനെ ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് നവ്യ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അബിയുടെ മനസ്സിലെ ദുഷ്ടതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അബി ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചന്തുമോളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് പോലും ആദർശ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അബി പല പ്രാവശ്യം. ആദർശിന് എന്തായാലും ഉറപ്പാണ് അത് ആദർശിൻ്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം. പക്ഷേ ആദർശ് അതിനെ എതിർക്കുകയൊന്നും ചെയ്യുന്നില്ല. സ്വന്തം മോളായിട്ട് തന്നെ ചന്തുമോളെ അംഗീകരിച്ചങ്ങ് വളർത്തുകയാണ്. അത്രയ്ക്കങ്ങ് വിശാല മനസ്കതയൊക്കെ ആദർശിനുണ്ട് എന്നിങ്ങനെ അബി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി തന്നെ വിചാരിക്കുന്നുണ്ട്, ഇനി ഇവൻ എന്തെങ്കിലും കള്ളത്തരം പിടികിട്ടിയിട്ടുണ്ടാവുമോ? ഞാനാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ഇവന് മനസ്സിലായിട്ടുണ്ടാവുമോ? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ ഇതൊക്കെ മറച്ചു വച്ചിരിക്കുന്നത്? ഇപ്പോഴാട്ടെ അവനും അവൻ്റെ ഭാര്യയും അമ്മായിയൊക്കെ ഒന്നിച്ചാണല്ലോ. അവർക്കാണെങ്കിൽ ചന്തുമോളുടെ ഒരു വെറുപ്പൊന്നുമില്ല. ഇതിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന് ആരും തന്നെ ചിന്തിക്കുന്നുമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോലും അതൊന്നും ശ്രമിക്കുന്നില്ല. മുത്തശ്ശൻ വിചാരിച്ചാൽ വെറും ഒരു DNA ടെസ്റ്റിലൂടെ തന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മുത്തശ്ശനും അങ്ങനെ ഒരു ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതിലെന്തോ ചതിയുണ്ടെന്ന് അബിക്ക് മനസ്സിലാവുകയാണ്. എടാ, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ആ അനഘ അവൾ ഒരു വാക്കുപോലും സംസാരിക്കാൻ പാടില്ല. അവളും കൂടി ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീരും. ഇപ്പം നവ്യയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതറിയാത്തതെന്ന് തോന്നുക എനിക്ക്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ ചോദിക്കുകയാണ്, അത് പിന്നെ സാറേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആദർശും നയനയും കൂടെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്ത് വളർത്തിയല്ലേ. ആരും തന്നെ വേറൊന്നും അന്വേഷിക്കുന്നുമില്ല. ആ കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്നോ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെ അത് തന്നെയാ പ്രശ്നം. ആദർശന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചന്തുമോളോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എനിക്ക് അംഗീകരിക്കാമായിരുന്നു. അതേസമയത്ത് ആദർശനറിയാം അത് ആദർശൻ്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം. പക്ഷേ എന്നാലും അവൻ അത് അംഗീകരിച്ച മട്ടാണ്. സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് അതിനെ വളർത്തുകയാണ്. ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാനൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. വേണ്ടത് വേണ്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്തോണം. ഒന്നും പിന്നത്തേക്ക് വെക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അബി. അതേസമയത്ത് നവ്യ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ അബിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. അബി ഇപ്പം തന്നെയും കുഞ്ഞിനെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബനാഥനായി മാറിയിട്ടുണ്ട്. ആദർശിൻ്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നവ്യയുടെ മനസ്സിൽ മുഴുവൻ ദേഷ്യമാണ് ആദർശനോടും അതുപോലെ തന്നെ ചന്തുമോളോടും ഒക്കെ കൂടി. അങ്ങനെ നോക്കുമ്പോൾ അവർ ചന്തുമോളെ സ്നേഹിക്കുകയും കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേക്കും നവ്യയും ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പം എല്ലാവരും ഒന്നായിരിക്കുകയാണ്. ചന്തുമോളെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സ്നേഹിക്കുന്നുമുണ്ട്. അത് ആദർശേട്ടൻ്റെ കുഞ്ഞായതുകൊണ്ടാണ്. അതേസമയത്ത് അബിയുടെ കുഞ്ഞായിരുന്നെങ്കിൽ അവിടെ ആരെങ്കിലും ഇത് അംഗീകരിക്കുമായിരുന്നോ? അതിനെ സ്നേഹിക്കുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നവ്യയും. അതേസമയത്ത് നമ്മുടെ നയനയും ദേവയാനിയൊക്കെ കൂടെ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ് കേട്ടോ. പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ കുറച്ച് പൂജകളൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ. അപ്പം അതൊക്കെ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാനും അത് എപ്പോഴാണ് നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പോയതാണ്. ആദർശന് ഇപ്പം മോശം സമയമാണെന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പുരോഹിതൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ജലജ ഇത് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ദേവയാനിയും നയനയും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നത് നമ്മുടെ ജലജ ഇത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ജലജയ്ക്ക് മനസ്സിലാവുകയാണ് നയനയും കൂട്ടിയിട്ട് തന്നെയാണ് ദേവയാനി അമ്പലത്തിൽ പോയെന്നുള്ള കാര്യം. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹത്തോടെയാണ് വന്നിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജലജ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജലജയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. ദേവയാനിയും നയനയും ഇപ്പം സ്നേഹിക്കുന്ന അമ്മായിമ്മയും മരുമോളും ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ദേവയാനിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം, എല്ലാവരുടെ മുമ്പ് വെച്ച് ദേവയാനി ഇത് പറയണം എന്നൊക്കെയുള്ളത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നയനയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ പൂജാമുറിയിൽ പൂജയൊക്കെ നടത്തുമ്പോഴേക്കും ഇവരവിടെ കിടന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇവളെ കൊണ്ടാണ് പൂജ ചെയ്യിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവൾക്ക് യോഗ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ നമ്മുടെ ദേവയാനിനെയൊക്കെ ഇങ്ങനെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കലിച്ചോണ്ടിരുന്നതല്ലേ ഏട്ടത്തി. ഇപ്പം ആ പാടെ മൊത്തത്തിലൊരു മാറ്റമാണല്ലോ. ഇപ്പം ഇവളെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളല്ലോ ഏട്ടത്തിക്ക്. ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുകയാണോ നിങ്ങൾ? നിങ്ങൾ ഭയങ്കര നാടൻ കളിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ അനാമികയും പറയുകയാണ്, അതെ അതെ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നേരത്തെ നയന എന്ന് പറയുമ്പോൾ വല്യമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നയനയെ അവളുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്താനല്ലേ വല്യമ്മയ്ക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ വല്യമ്മ ഇപ്പം എന്തായി കാണിക്കുന്നത്? ആ സമയത്ത് വല്യമ്മ എൻ്റെ കൂടെയായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും സന്തോഷം കൂടിയ നിമിഷങ്ങൾ. ഇവക്ക് പോലും ഓരോ സമ്മാനങ്ങൾ കൊടുക്കാതെ വല്യമ്മ അതെല്ലാം എനിക്കല്ലേ തന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ അനന്തപുരിയിൽ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. വല്യമ്മ കൂടി ഇവളുടെ സൈഡ് ആയിക്കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ശരിയാ, അനാമിക മോള് പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും ഏട്ടത്തി പറഞ്ഞുകൊണ്ടിരുന്നത് അനാമിക മോളാണ് ഈ വീട്ടിലെ മരുമകൾ എന്നാണെന്നല്ലോ. അതൊക്കെ ഇത്ര പെട്ടെന്ന് മാറിയോ? ഇത്ര പെട്ടെന്ന് ഏട്ടത്തിയുടെ മനസ്സ് മാറാൻ എന്താ കാര്യം? കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏട്ടത്തിയുടെ ഈ മാറ്റം. അത് സത്യമാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനൊന്നും പ്രതികരിക്കാതിരുന്നത്. ഏട്ടത്തി ഇവളെ രണ്ടാമത് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതൽ ഇവളോട് ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പലഹാരം ഉണ്ടാക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് ചോദിച്ചാലും പറയും, അവളിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആദർശന് അത് വിഷമാകും, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് മാത്രമാണെന്ന് എനിക്കും തോന്നുന്നില്ല. ഇപ്പം വല്ലാതെ നിങ്ങളങ്ങ് അടുത്തിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഒരുമിച്ച് അമ്പലത്തിൽ പോവുകയും വരികയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നത്? ഏട്ടത്തിയുടെ മരുമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏട്ടത്തിക്ക് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് ആ കരൾ തന്ന പെൺകുട്ടിയെ സ്നേഹിച്ചാൽ പോരായിരുന്നോ? അവൾ കരൾ തന്നെങ്കിലും പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതേ വല്യമ്മേ, വല്യമ്മ അന്ന് വല്യമ്മയ്ക്ക് കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് ഒരുപാട് നടന്നതല്ലേ, എന്നിട്ട് അതിനെ കണ്ടെത്താൻ പറ്റിയില്ല. അതിനെ സ്നേഹിക്കുകയുള്ളൂ, അതിനെ എല്ലാം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളെ പോലെ ഒരു ദുഷ്ടയ്ക്കാണോ വല്യമ്മ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്? വല്യമ്മ ആശുപത്രി കിടന്ന സമയത്ത് ഇവള് വീട്ടിൽ പോയി സുഖിച്ചിരിക്കുകയല്ലായിരുന്നോ? അല്ലാതെ ആശുപത്രിയിൽ പോലും വന്നിട്ടില്ല. എന്നിട്ടാണ് വല്യമ്മ ഇപ്പം ഇവളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതുപോലെ ദേവയാനിക്ക് ദേഷ്യം വരുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അനാമികയും ജലജയും ജാനകിയും ഒക്കെ കൂടെ. അമ്പലത്തിൽ പോയിട്ട് ഒന്നിച്ച് വരുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജലജ അതും കൂടെ എടുത്തിടുകയാണ്. രണ്ടുപേരും ഒന്നിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ടും ഏട്ടത്തി എല്ലാത്തിനും ഇവളെ അങ്ങനെ ന്യായീകരിക്കുകയും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ ഉള്ള ദേഷ്യം മുഴുവൻ തീർക്കുകയാണ് ദേവയാനിയുടെ. ഇങ്ങനെ ജലജ പൊട്ടിത്തെറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നിർത്ത്, മതിയാകും നിങ്ങളുടെ സംസാരമൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് ഒരു രഹസ്യവും നിങ്ങളോട് മറച്ചു വയ്ക്കാനില്ല. അനാമിക ഇപ്പം പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കേണ്ടത് എനിക്ക് കരള് വന്ന പെൺകുട്ടിയാണെന്ന്. എന്ന കേട്ടോ, ഞാൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന സമയത്ത് എനിക്ക് കരള് തന്ന് എന്നെ സഹായിച്ച, എന്നെ രക്ഷിച്ച, എൻ്റെ ജീവൻ നിലനിർത്തിയ എൻ്റെ മോളാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോഴേക്കും ജാനകി ഉടനെ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ പറയുന്നത്? ഇവളാണോ ഏട്ടത്തിക്ക് കരള് തന്നേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഏട്ടത്തിക്ക് കരള് തന്ന് സഹായിച്ചത് മറ്റേതോ ഒരു പെൺകുട്ടിയല്ലേ? ഓ, ഇപ്പൊ ഇവള് ഈ പറഞ്ഞ ഏട്ടത്തെ വശപ്പെടുത്തി വെച്ചൊക്കെയാണല്ലേ ഇവളാണ് കരളും രക്തവും ഒക്കെ തന്നതെന്ന് വെറുതെ പറയുന്ന ഏട്ടത്തിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, അതെ, അതങ്ങ് വിശ്വസിച്ചു എന്ന്. അവള് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനായിട്ട് ആ രീതിക്ക് പറയാൻ ഇവളുമാർക്കൊക്കെ നല്ല കഴിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏട്ടത്തി എല്ലാം മറന്നു പോയോ? ഇവളെങ്ങനെ ആദർശിൻ്റെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് വന്നെന്നുള്ള കാര്യം? മുഖം മറച്ച് എല്ലാവരെയും ചതിച്ച് പറ്റിച്ചല്ലേ ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവൾക്കിപ്പോൾ ഒന്നാം സ്ഥാനമായി ഈ വീട്ടിൽ. എന്താ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കാനോ കേട്ടോ ജലജ. അപ്പോൾ ദേവേന ഉടനെ പറയുകയുണ്ട്, ഞാൻ ആരെയും പൊട്ടന്മാരാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എന്നെ പലരും പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചു. അത് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. എനിക്ക് കരൾ തന്ന് എൻ്റെ ജീവൻ നിലനിർത്തിയത് എൻ്റെ മോളാണ്. ഇവളിപ്പോൾ എനിക്ക് മരുമകളല്ല, എൻ്റെ മോളാണ്. ആദർശിനേക്കാളും ഒരുപക്ഷെ ഞാനിപ്പോൾ ഇവളെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുകയാണ്. ഇവൾ ഈ വീട്ടിലില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നന്ദാവനത്തിലേക്ക് പോയാലും ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകിക്കും ജലയ്ക്കും ഇതൊന്നും സുഖിക്കുന്നില്ല. എന്നിട്ട് അനാമിക എടുത്തടിച്ച പോലെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതായിരുന്നല്ലേ ഇവിടുത്തെ കളി? കുറച്ച് ദിവസം ആയല്ലേ ഈ കളി തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വല്യമ്മയില്ലാതെ ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അനിയുമായിട്ട് ഇത്ര അധികം പ്രശ്നം ഉണ്ടായിട്ടും വല്യമ്മ എനിക്ക് സപ്പോർട്ടിനുണ്ടെന്നുള്ളൊരു കാര്യം ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്. വല്യമ്മ എന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നതെന്ന് കേൾക്കുമ്പോഴേക്കും എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക. അപ്പോഴേക്കും ദേവേന പറയുകയാണ്, അനാമിക മോളെ, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ആ കാര്യം അങ്ങ് മറന്നേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളല്ലേ എൻ്റെ മകൻ്റെ ഭാര്യ. ഇവളെ എനിക്കെങ്ങനെ വെറുക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ മരുമകളെ വെറുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ്, ജാനകി, നിനക്ക് നിൻ്റെ മരുമകളെ വെറുക്കാൻ പറ്റുമോ? നീ അവളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മരുമകളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ തോന്നില്ലേ? എൻ്റെ മോനും മരുമകളും സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്കും കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാനാണ്?
ഏട്ടത്തി ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലേ? ആദർശിന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിയല്ലേ അത്. അതിനെയും ചേർത്ത് നിങ്ങൾ സന്തോഷത്തോടെയും സുഖത്തോടെയും അങ്ങ് ജീവിച്ചോ. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയുന്നുണ്ട്, ജലജെ നീ ഇപ്പൊ പറഞ്ഞത് ഓക്കെ, ഇനി ഇത് ആവർത്തിക്കരുത്. ചന്തുമോളെ കൂട്ടി ഒരു കാര്യവും നിനക്ക് പറയാൻ ഒരു അർഹതയില്ല. ചന്തുമോള് ആദർശിന്റെ അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണോ അല്ലാതെ ഉണ്ടായതാണോ എന്നൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ചന്തുമോളെ ഞങ്ങൾ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഇവിടെ വളർത്തുന്നത്. എൻ്റെ പേരക്കുട്ടിയായിട്ട് തന്നെയാണ് ഞാൻ അവളെ അംഗീകരിച്ചത്. അതിനെ ആരും ഇവിടെ എടുത്തിടേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയ്ക്കും ഒരു എതിർപ്പുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ എന്തിനിങ്ങനെ കടന്ന് ബഹളം വയ്ക്കുന്നേ? എൻ്റെ മോനും മരുമോളും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ പേരക്കുട്ടിയായിട്ട് ഞാനും അതിനെ സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ദിവസം അനന്തപുരിയിലെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുകയാണ് കേട്ടോ. ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണെന്നും ഒക്കെ അറിയുകയാണ് എല്ലാവരും. അപ്പോഴേക്കും നമ്മുടെ അനാമിക വീണ്ടും ദേവയാനിയോട് പറയുകയാണ്, വല്യമ്മ ഇങ്ങനെ മാറിപ്പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് വല്യമ്മയെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. എന്നാലും അവൾ പറയുന്ന നുണക്കഥകളെല്ലാം കേട്ട് വല്യമ്മ അവളെ വിശ്വസിച്ചില്ലേ? അവളുടെ ഒപ്പമല്ലേ വല്യമ്മ ഇപ്പം നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവാനി പറയുന്നുണ്ട്, ഒന്നും ആരും പറഞ്ഞു വന്നിട്ടല്ല മോളെ ഞാൻ ഇതൊക്കെ വിശ്വസിച്ചത്. എല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളെ ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്താ നേരി കണ്ടത്? വല്യമ്മയ്ക്ക് കരൾ ഇവള് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടുത്തെ സ്വത്തും പണവും ഒക്കെ മോഹിച്ചിട്ടായിരിക്കും. അല്ലാതെ വല്യമ്മയോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വല്യമ്മയ്ക്ക് കരൾ തന്നത് അവളാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വല്യമ്മയ്ക്ക് അവളോടൊരു സഹതാപമൊക്കെ തോന്നിയില്ലേ, അവളോട് സ്നേഹം തോന്നിയില്ലേ? അത് മാത്രം ലക്ഷ്യമിട്ടിട്ടാ അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും എല്ലാവരും അവളെ സ്നേഹിക്കണം. ഈ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം അവൾക്ക് കിട്ടണം. അതെ, നന്ദാവനത്തിൽ പോയി നിന്നിട്ട് അവൾക്ക് ഒരു കാര്യവുമില്ല. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല വല്യമ്മേ. അല്ലാതെ വല്യമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, അനാമിക നിനക്കും ആകായിരുന്നല്ലോ. നീ എനിക്ക് രക്തവും തന്നില്ല കരളും തന്നില്ല. അതെന്താ മോളെ നീ അങ്ങനൊന്നും ചെയ്യാതിരുന്നത്? നിനക്ക് എൻ്റെ സിമ്പതിയും സ്നേഹവും ഒന്നും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വല്യമ്മേ. വേണമെങ്കിൽ പല പ്രാവശ്യം എനിക്ക് അതൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ വല്യമ്മയുടെ സിമ്പതിയും വാങ്ങി റാണിയായിട്ട് വാഴാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെയും അനാമിക ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി അനാമികയോട് ചൂടായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, മതി, ഇനി ഇതേപ്പറ്റി ഒരു സംസാരം വേണ്ട. എനിക്ക് എൻ്റെ നയനമോളെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നിന്നെയും ഇവിടെ ആരും കുറ്റം പറയുന്നില്ലല്ലോ. നീയും നയനമോളെ കണ്ട് ആനയെ മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുക ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനാമിക ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അനാമിക ഉടനെ കലിച്ച് എന്നാൽ ശരി ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അനാമിക റൂമിൽ വന്നിട്ട് ഫോണെടുത്തിട്ട് ഉടനെ തന്നെ വേണുവിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് കേട്ടോ. അച്ഛാ, ഒരു കാര്യമുണ്ട് അച്ഛാ, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ അനന്തപുരിയിൽ നിൽക്കുന്നതിൽ തന്നെ ഒരു അടിസ്ഥാനവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയേ? അനി നിന്നെ ഇറക്കി വിട്ടോ എന്നൊക്കെ ഇങ്ങനെ വേണു ചോദിക്കാനുണ്ട്. അവൻ എന്നെ ഇറക്കി വിട്ടതാണെങ്കിൽ കൂടി എനിക്ക് ഇത്രയും വിഷമം ആവില്ലായിരുന്നു വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ രേവതി ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റി, എന്തെങ്കിലും അവിടെ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ആ നയനെ ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ. അപ്പോൾ അനാമിക പറയുകയാണ്, അതേ അമ്മേ, ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ വല്യമ്മ, അതായത് ആദർശേട്ടൻ്റെ അമ്മയെ സ്നേഹിച്ച് കൂടെ നിൽക്കണമെന്നൊക്കെ, അവരുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണമെന്ന്. അതിനൊക്കെ വേണ്ടിയിട്ട് അവരെ സോപ്പിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ ഒരു പരിധി വരെ അതിനൊക്കെ സാധിക്കുകയും ചെയ്തു. അവരെനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നെ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ മരുമോളെ നയനയും അതുപോലെ തന്നെ ആ നവ്യൊക്കെ എതിർത്ത് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അവരോട്, ഭയങ്കര ബഹുമാനമായിരുന്നു. ഇപ്പം എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും വേണു പിന്നെയും ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, ദേവയാനിക്ക് ഇപ്പം എന്താ പറ്റിയേ, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നിന്റെ വല്യമ്മ പിന്നെയും മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അച്ഛാ, ഇതിനകത്ത് വലിയ കളികളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നവരെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയൊരു കാര്യം വെളിപ്പെടുത്തി. അതായത് വല്യമ്മയ്ക്ക് കരൾ ദാനം ചെയ്തത് നയനയാണ്. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന വേണുവിനും രേവതിക്കും ഷോക്കാവുകയാണ്. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നേ, നയനയാണോ നിന്റെ വല്യമ്മയ്ക്ക് കരൾ ദാനം കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അനാമിക പറയുകയാണ്, അതെ അച്ഛാ, അവള് തന്നെയാണ് കൊടുത്തത്. ദേവയാനിക്ക് കരൾ കൊടുത്തത് നയനയാണോ, നീ പറഞ്ഞ സത്യമാണോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതെ അച്ഛാ, വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് നയനയാണ്. അവരിതൊന്നും പുറത്ത് പറയാതിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ സത്യം വല്യമ്മ തന്നെ അന്വേഷിച്ച് കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയായിരുന്നു. നമ്മൾ അന്നൊരു പ്ലാൻ ഇട്ടതല്ലേ, കരൾ കൊടുത്ത പെൺകുട്ടിയെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ആ പണം അടിച്ചു മാറ്റണം എന്നൊക്കെ.
പിന്നെ ഇവക്ക് പാരിതോഷികമൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അത് വേണ്ടാന്ന് വെച്ചത്. വല്യമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാണ് ഇപ്പോൾ അവള്. മരുമകളല്ല, മകള് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവളെ എങ്ങോട്ടും വിടാതെ പിടിച്ചു വെച്ചിരിക്കുക വല്യമ്മ. ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല അച്ഛാ. ഇത്ര നാളും അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാൻ അവിടെ നിന്നത്. ഇനി എനിക്ക് അതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ഉടനെ പറയുന്നുണ്ട്, മോളെ നിന്നോട് അന്ന് തന്നെ പറഞ്ഞതല്ലേ മോളെ, നിന്റെ കരളിൻ്റെ ഒരു ഭാഗം അങ്ങ് അവർക്ക് കൊടുക്കാനായിട്ട്, ഒരു ശകലം കരള് അത് കൊടുത്തിരുന്നെങ്കിൽ നിന്നെ ഇപ്പോൾ അവർ രാജകുമാരി പോലെ അവിടെ വാഴിച്ചാനല്ലോ. അവരുടെ സ്വത്തുക്കളും ആ കോടികളും എല്ലാം നിനക്ക് കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് നീ അനുസരിച്ചോ? നിനക്ക് അതിനൊന്നും പറ്റത്തില്ലെന്നല്ലേ നീ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, എനിക്ക് അതിനൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കരളും കിഡ്നിയും കൊടുത്തിട്ടൊന്നും ആരുടെ സ്നേഹവും സൗതാപവും ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എൻ്റെ ജീവൻ തന്നെയാണ് വലുതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുകയാണ്, അങ്ങനെ ജീവൻ തന്നെ വലുതായത് കൊണ്ടല്ലേ ഇപ്പം അവൾ കാര്യം കണ്ടത്. അതേന്നെ, അവളും ഈ ദിവസത്തിന് വേണ്ടിയിട്ട് തന്നെ ഇതൊക്കെ സാധിച്ചെടുത്തത്. കാരണം ഇപ്പം കരൾ കൊടുത്തത് കാരണം അവളല്ലേ ഇപ്പം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായത്. ഇപ്പൊ വല്യമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് അവള് തന്നെയാണ്. അതുകൊണ്ട് ഇനി അവള് അനന്തപുരിയിൽ അങ്ങ് കുതിച്ചു പൊങ്ങത്തേ ഉള്ളൂ. അവൾ അനന്തപുരിയിലെ സ്വത്തും പ്രതാപവും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൈവിട്ട കളി കളിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവൾ ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അബിയും നവിയും കൂടെയാണ് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ്. കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് റൂമിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോനെ അനന്തപത്മനാഭ, നീ ഈ തറവാട്ടിലെ രാജകുമാരനാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ പറയുകയാണ്, ആ അത് നമ്മുടെ കുഞ്ഞിന് അർഹതപ്പെട്ടൊന്നും അല്ലല്ലോ. നിന്റെ അമ്മ അനന്തപുരിയിലെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇവനും ആ ഒരു സ്ഥാനമൊന്നും അർഹിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? അമ്മ അങ്ങനെ ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ പോലും കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെയാണ് അമ്മയെ മുത്തശ്ശൻ വളർത്തിയത്. ഞാനും പിന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെയും കയ്യിലിരിപ്പോണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ഇവിടുത്തെ രാജകുമാരനായിട്ട് തന്നെ വളർത്തണം. ആദർശിൻ്റെ കുഞ്ഞിനേക്കാളും മുന്നിലെത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ദേ ഇപ്പം തന്നെ ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ചന്തുമോളെ മതി എല്ലാവർക്കും. അങ്ങനെയുള്ളപ്പോഴാണ് ഇനി നമ്മുടെ അനന്തപത്മനാഭൻ രാജാവാകാൻ പോകുന്നത്. അപ്പോഴേക്ക് അഭി പറയുന്നുണ്ട്, നീ കണ്ടോ ചന്തുമോളെ നമ്മൾ ഒഴിവാക്കും. ചന്തുമോൾ ഈ കുടുംബത്തിലൊന്നുമല്ല, അതുകൊണ്ട് അവളെ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യും. നമ്മുടെ മോൻ തന്നെയായിരിക്കും ഇവിടുത്തെ രാജകുമാരൻ എന്നൊക്കെ ഇങ്ങനെ അഭി ഇങ്ങനെ നവ്യയോട് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും ചന്തുമോളെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നവ്യ അഭിയോട് പറയുകയാണ്, ഇന്നിവിടെ ഒരു കാര്യം നടന്നു, നീ വല്ലതും അറിഞ്ഞായിരുന്നു എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ ഞാൻ അറിഞ്ഞിരുന്നു, വല്യമ്മയ്ക്ക് കരള് ദാനം കൊടുത്തത് നയനയാണെന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നിന്റെ അനിയത്തി കരള് കൊടുത്തെന്നല്ലേ വല്യമ്മയ്ക്ക്? അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ ആകപ്പാടെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി പറയുകയാണ്, നിനക്കും അറിയായിരുന്നു സത്യങ്ങളൊക്കെ, എന്നിട്ട് നീ ഒന്നും പറയാതിരിക്കുകയായിരുന്നല്ലേ. നയനയായിരുന്നു വല്യമ്മക്ക് കരൾ കൊടുത്തതെന്നുള്ള കാര്യം നിനക്ക് അറിയാവഞ്ഞിട്ടും നീ ഇതൊന്നും എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അവർ പോലും എന്നിട്ട് ഇക്കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഇത്ര നാൾ അഭിനയിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അതേ പിന്നെ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു ഈ കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനത് നിന്നോട് പോലും മറച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തികളൊക്കെ കാണുമ്പം ഇതൊക്കെ നിന്നോട് പറയണമെന്ന് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിന് മുമ്പ് തന്നെ അവരിന്ന് ആ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ അബിയും കൂടെ. ആ ഒരു സമയത്താണ് നമ്മുടെ അബിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അബിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഗുണ്ടകളിൽ ഒരാളായിരുന്നു. കോള് വന്ന് അബി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അബിയുടെ മുഖത്തൊരു പെട്ടെന്നൊരു പേടിയും വെപ്രാളൊക്കെ ആവുന്നുണ്ട്. അത് നമ്മുടെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ വിളിച്ചേ എന്നാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം ഈ സമയത്ത് ഇത്ര അത്യാവശ്യപ്പെട്ട് എന്താ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അത് പിന്നെ അത് വേറൊന്നുമല്ല, ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. എന്താ എന്തെങ്കിലും മാറ്റമുണ്ടോ അനഘയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അബി. ചെറുതായിട്ട് മാറ്റമുണ്ട്, അവളുടെ കൈയും കാലൊക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. ഇവിടെ നോക്കാൻ നിൽക്കുന്ന ആ ജോലിക്കാരിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യമൊക്കെ സൂക്ഷിക്കണം സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് നല്ലൊരു ലക്ഷണമല്ലല്ലോ എന്ന്. അവളുടെ കൈയും കാലും അനങ്ങാൻ തുടങ്ങിയാൽ ഇനി അവൾ സംസാരിക്കാനും തുടങ്ങും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴാണ് നവ്യ കുഞ്ഞിൻ്റെ എന്തോ സാധനം എടുക്കാനായിട്ട് അതിലെ അങ്ങോട്ടേക്ക് പോകുന്നത്. അബിയുടെ ആ ഒരു പരുങ്ങലും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് അബി ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവളുടെ കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങിയോ? എങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമാകുമല്ലോ. അവളുടെ നാവെങ്ങാണം ചലിച്ചാൽ അവൾ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് പറയുമല്ലോ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മുത്തശ്ശനെങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ എന്നെ ഈ അനന്തപുരി തറവാടിൻ്റെ 5 അയലൊക്കെ പോലും അടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പം മൊത്തം ആദർശിൻ്റെ തലയിലാണല്ലോ നമ്മൾ വെച്ചേക്കുന്നത്. അത് ഇനിയിപ്പം എൻ്റെ തലയിലേക്കായ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അത് തന്നെയല്ല, അവൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ചന്തുമോളെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ അനഘ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ആ കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാനിപ്പോൾ എന്തായാലും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം. ആ ജോലിക്കാരി സ്ത്രീ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ആ അവരിവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ആ അവരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവരെ ഒന്ന് മയക്കി വീഴ്ത്തിയാൽ മതിയല്ലോ, അവർക്ക് തലകെട്ട് ഒരു അടി കൊടുത്ത് അവരെ കിടത്തിയേക്കാം, എന്നിട്ട് അനഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണം. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അബി ഇങ്ങനെ ആ ഗുണ്ടകളോട് പറയുകയാണ്, എന്തായാലും നിങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുക, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നവ്യയ്ക്ക് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. നവ്യ ആട്ടെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അബി ഇങ്ങനെ പോകാനായിട്ട് വെപ്രാളപ്പെട്ട് ഇറങ്ങുന്നൊക്കെ നമ്മുടെ നവ്യ കാണുന്നുണ്ട്. നവ്യയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ് കേട്ടോ. എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു, ഇവനെയാണോ ഇത്ര നാൾ ഞാൻ വിശ്വസിച്ചത്, എന്നിട്ട് എല്ലാ തെറ്റും ആദർശേട്ടൻ്റെ തലയിൽ വെച്ചിട്ട് ഇവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നല്ലോ, എല്ലാ തെറ്റും ആദർശേട്ടൻ ഏറ്റെടുക്കുകയല്ലായിരുന്നു ചെയ്തത്, ചുമ്മാതല്ല ആദർശേട്ടൻ നയനയും ഒന്നും പറയാഞ്ഞത്, ഇത്രയൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടും അവരൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല, മിക്കവാറും അവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാമായിരിക്കും, എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം ഓർത്തിട്ടായിരിക്കും അവരും ഈ ത്യാഗമൊക്കെ സഹിച്ചത്, ഈ വൃത്തിയോടെ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അബി തന്നെയായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബി അവിടുന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് നവ്യ ചോദിക്കുകയാണ്, അബി നീ ഇത്ര ധൃതി വെച്ച് എവിടെ പോവുകയാണ്, ആരാ നിന്നെ ഇപ്പം വിളിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുകയാണ്, അതെൻ്റെ ഒരു കൂട്ടുകാരനാണ്, എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ അവൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അബി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനെ പിന്തുടർന്ന് പോയാൽ എന്താ നടക്കുന്നെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ, എന്തായാലും ഇനി ഇവനെ വെറുതെ വിടാൻ പാടില്ല, എന്നെയും കുഞ്ഞിനെയും ഇവൻ ചാദിച്ചില്ലേ എന്നൊക്കെ ഓർക്കുകയാണ് നമ്മുടെ നവ്യ. ഉടനെ തന്നെ നവ്യ ഓടിച്ചെന്ന് നയനോട് പറയുകയാണ്, നയനെ എനിക്ക് പുറത്തൊന്ന് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു, നീ ഈ കുഞ്ഞിനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് നോക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഈ സമയത്ത് പുറത്ത് പോകുന്നത്, കുഞ്ഞിനെ തനിച്ചാക്കി എന്തിനാ ഇപ്പോൾ ചേച്ചി പുറത്ത് പോകുന്നത്, അല്ല അബി എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അബി പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്ത് വരെ ഒന്ന് പോകണം, നീ ഈ കുഞ്ഞിനെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നവ്യ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നവ്യയുടെ പോക്ക് കണ്ടിട്ട് നയനയ്ക്ക് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നയന ആ കുഞ്ഞിനെ നോക്കുന്നൊക്കെയുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ അബിയുടെ പുറകെ നവ്യ ഒരു ഓട്ടോ വിളിച്ചിട്ട് പുറകെ തന്നെയുണ്ട്. ഇവരങ്ങോട്ടേക്കും, അതായത് അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ജോലിക്കാരി സ്ത്രീയെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ആ ഗുണ്ടകൾ. അബി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ആ കൂട്ടുകാർ പറയുന്നുണ്ട്, ജോലിക്കാരിയുടെ കാര്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഇനി അനഘയുടെ കാര്യമുള്ള അത് സാറ് വന്നിട്ട് ആടെന്ന് ഓർത്തിട്ടാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ മൂന്നുപേരുടെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. തൊട്ട് പുറകെ തന്നെ നമ്മുടെ നവ്യയും വന്നെത്തുന്നുണ്ട്. നവ്യ വരുമ്പോഴേക്കും ഇവർ മൂന്നുപേരും കൂടെ അകത്തോട്ട് കയറി പോകുന്നൊരു ഭാഗമാണ് കാണുന്നത്. അങ്ങനെ നവ്യ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അനഘയുടെ വായും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച്, അതായത് തലകണ കൊണ്ട് അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അബി. ജോലിക്കാരിയാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റ് ബോധമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോഴേക്കും നവ്യ പെട്ടെന്ന് തന്നെ അബിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിളി കേൾക്കുമ്പോഴേക്കും അബിയാണെങ്കിൽ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നവ്യ പുറകിൽ വന്ന് നിൽക്കുന്നത് കാണുകയാണ്. നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ ആരാടി ഇപ്പം വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അബി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോഴേക്കും നവ്യക്ക് അങ്ങ് ഭയമായിപ്പോയി. നവ്യ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ആ വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ച് അനന്തപുരിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന കാണുമ്പോഴേക്കും അബി ഇങ്ങനെ ഗുണ്ടകളോട് പറയുകയാണ്, ഓ അവൾ വന്ന് കണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കും, ഇനിയിപ്പം അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ നവ്യ അനന്തപുരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആകപ്പാടെ വെപ്രാളപ്പെട്ട് വരുന്ന നവ്യനെ കാണുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ത് പറ്റി ചേച്ചി, ചേച്ചി ഇത്ര വെപ്രാളപ്പെട്ട് എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യയ്ക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല, അതുപോലെ ഒരു ഷോക്കായിരുന്നു. ഇനി എല്ലാ സത്യങ്ങളും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും തന്നെ കുഞ്ഞിനെയും കൊല്ലുമെന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ നവ്യയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല, കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നവ്യ റൂമിൽ പോയിരുന്നിട്ട് കരയുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അബിയും തൊട്ട് പുറകെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അബി ഇങ്ങനെ ദേഷ്യത്തോടെ റൂമിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ കണ്ട കാഴ്ചകളൊന്നും നീ ആരോടും പറയരുത്, നീ കണ്ട കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, ഞാനാണ് അനഘേനെ ചതിച്ചത്, ചന്തുമോള് അനഘയിൽ എനിക്കുണ്ടായ കുഞ്ഞു തന്നെയാണ്, അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോയത്, പക്ഷേ ആ കാര്യം നടന്നില്ല, നിന്റെ വായിൽ ഈ സത്യം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും ഞാൻ മടിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അബി പറയുന്നുണ്ട്. നബിക്കാണെങ്കിൽ ആകെ പേടിയും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. ഇങ്ങനെ ഒരുത്തിനാണല്ലോ ദൈവമേ ഞാൻ വിശ്വസിച്ചത്, പാവം ആദർശേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ചന്തുമോൾ അബിയുടെ കുഞ്ഞു തന്നെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും,
എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ഇത് ഭീഷണിയാണല്ലോ. ഇങ്ങനെ ഒരു ചതിയൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഇതിന് ജീവിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം. എന്തായാലും അവയുടെ ഈ കള്ളത്തരത്തിനൊക്കെ ഒരു കടിഞ്ഞാൺ ഇട്ടേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും